നന്നായിട്ട് ഗെയിം കളിച്ചിരുന്നു ബിഗ് ബോസിൽ. അപ്പൊ ആര്യയുടെ ഒരു ഫാൻസിന് ഫസ്റ്റ് ടൈം അല്ല അവനൊക്കെ എക്സ്പോഷർ കിട്ടിയത്. പി ആർ പറഞ്ഞ സംഭവം എന്താണെന്നൊക്കെ അറിയില്ല സത്യം. ഇല്ല, അവനൊരു ക്രിക്കറ്റ് പ്ലെയർ ആക്ടറായി പോയി. ആക്ടിങ് നന്ന കിട്ടില്ല, അടിപൊളി ആക്ടറാണ്. അവൻ്റെ ഇപ്പോൾ ചാൻസ് കിട്ടുവാണെങ്കിൽ നന്നായിട്ടും ചെയ്യുന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ പി ആർ ഗെയിംസോ വോട്ട്സോ അങ്ങനെ എന്തോ നമുക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. അവൻ ഓണസ്റ്റായിട്ട് അവൻ കളിച്ചു പോയി. അവൻ എന്താണ് അവൻ അവിടെ റിയാലിറ്റി അവൻ കാണിച്ചു കൊടുത്തു. റിയാലിറ്റി ഷോയിൽ റിയാലിറ്റിയാണ് കാണിക്കേണ്ടത്. ആ ഒരു റിയാലിറ്റി അവൻ കാണിച്ചു. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പാർട്ട് ഓഫ് ലൈഫ്. ഒരു അലിഗേഷൻ വരുന്നത് പി ആറിന് കൊടുത്ത പൈസ കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വിഷയം. പി ആർ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ഉണ്ടായെന്നല്ലേ. പി ആർ ഇല്ലാത്ത കാരണമല്ല നമ്മൾ പുറത്തേക്ക് വന്നത്. അനീഷോ, എനിക്ക് എല്ലാവരുടെ ഒരു അങ്ങനെ എല്ലാവരും അടിപൊളി, എല്ലാവരും ഗെയിമല്ലേ കളിക്കുന്നത്. അവർ ചിലപ്പോൾ പുറത്ത് വേറെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും, ഗെയിമിൻ്റെ അകത്തൊരു വേറെ പേഴ്സണാലിറ്റി ആയിരിക്കും. അതൊരു ഗെയിം പ്ലാൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് നല്ലത്. താങ്ക് യു ഗൈസ്. മൊത്തത്തിൽ ബിഗ് ബോസ് ഒരു പി ആറിൻ്റെ ഒരു കളിയായിട്ട് മാറിയാൽ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് ഒരു നല്ല ഷോ ആണ്. ഇത് നമ്മൾ ഡ്രാമ കളി അല്ലാണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ത്രില്ലർ പോലെയാണ്. നമ്മൾ സൈക്കോളജിക്കലി 100 ദിവസം ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു മെൻറ്റാലിറ്റി, ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഒന്ന് ആലോചിക്കണം. അത് അത്ര ഡിഫിക്കൽട്ടായിട്ട്, അത്ര മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പേരാണ് ജയിക്കുന്നത് ശരിക്കും. അപ്പോൾ ഇതൊരു ഫെയർ ഗെയിമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫെയർ ഇല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മളുള്ള കാര്യങ്ങൾ, കയ്യിലുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഈ ഫെയർ ഗെയിമിൽ ആര്യൻ്റെ വിക്ഷൻ അൺഫെയർ ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അത് ആൾക്കാരുടെ ഒരു അഭിപ്രായമായിരിക്കും. നമ്മളൊരു റോ അൺഫിൽറ്റർഡ് ആയിട്ട് എൻ്റെ അനിയൻ എങ്ങനെയാണ് അതുപോലെയാണ് കണ്ടത്. ഈ ഫേക്ക് ഗെയിമേഴ്സ് അവിടെ അകത്ത് നിൽക്കുമ്പോൾ ആരും പുറത്താകുന്നതിനെ പറ്റി എന്താ? ഫേക്ക് ഗെയിമേഴ്സ് ആരാന്ന് എനിക്ക് അറിയില്ല. ഫേക്ക് അല്ല, സേഫ് ഗെയിമേഴ്സ്. ഇതിൽ സത്യം പറഞ്ഞാൽ സേഫ് അൺസേഫ് ഒന്നും ഇല്ല. ചിലവേറെ സ്ട്രാറ്റജി ആയിരിക്കും. ഞാൻ നൈസായിട്ട് നിൽക്കാം, ഈവനായിട്ട് നിൽക്കാം, അതായിരിക്കും. ചിലവേറെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അനുമോളും കുറച്ചുകൂടി അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആര്യൻ അങ്ങനത്തെ ഒരു പയ്യനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അനുമോളെടുത്ത് ഐ ലവ് യു അനുമോളിനൊക്കെ പറഞ്ഞായിരുന്നു. അത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത് ശരിക്കും. ബിക്കോസ് എല്ലാവർക്കും അൺകണ്ടീഷനായിട്ട് സ്നേഹിക്കുന്ന ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. അതുപോലെ ഞാനാണ് എല്ലാ കണ്ടസ്റ്റൻസിനെ സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെ പ്രത്യേക അനുമോളായിട്ടൊന്നും ഇല്ല. എനിക്കിപ്പോഴും നെഗറ്റീവായിട്ടൊന്നും ഇല്ല. അവർ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ കളിക്കട്ടെ. ജയിക്കൊരു ഗെയിമല്ലേ. ചിലർ ജയിക്കും, ചിലർ തോക്കും. ആര്യനെതിരെയും വിമൺ കാർഡ് ഇറക്കുന്നുണ്ടല്ലോ. വിമൺ കാർഡ്, ജെൻഡർ കാർഡ് ഇറക്കിയായിരുന്നല്ലോ. ആ ജെൻഡർ കാർഡ് നമുക്ക് ലൈഫിൽ എവിടെ പോയാലും, ഏത് സ്റ്റേറ്റിൽ പോയാലും അത് ചിലപ്പോൾ ആൾക്കാർ കളിക്കും. ഇപ്പോൾ ആണുങ്ങളും കളിക്കുന്നുണ്ട്, ജെൻഡർ കാർഡ് കളിക്കുന്നുണ്ട്. ചില ഫീമെയിൽസ് കളിച്ചാലും അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് സത്യം പറഞ്ഞാൽ. പി ആറിനെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു.